ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൻ ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വടയാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരുമിച്ച് ചെമ്മീൻ വട തയ്യാറാക്കാം. ആദ്യമായി നമ്മൾ എടുത്തു വയ്ക്കേണ്ടത് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി 1 കപ്പ്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി. ഇനി പ്രധാനമായും വേണ്ടത് 1 കപ്പ് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ്. ഈ ചെമ്മീൻ നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചെമ്മീൻ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി 1 കപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി അരിഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാം. ആദ്യമായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അടുത്തതായി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അവസാനമായി ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത ശേഷം ഇതെല്ലാം നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യം സ്പൂൺ കൊണ്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചെമ്മീൻ വടയ്ക്കുള്ള മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നും ഓരോ ചെറിയ ഉരുളകൾ എടുത്ത ശേഷം കയ്യിൽ വെച്ച് നന്നായൊന്ന് പരത്തിയെടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം തീരുമാനിക്കാം. ഇതേ രീതിയിൽ ബാക്കി മിക്സ് കൂടി പരത്തിയെടുക്കുക. അങ്ങനെ ഫുൾ മിക്സും ഇവിടെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം.
മിക്സ് വെച്ച് ആകെ 9 വടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി കൂടി നമുക്ക് ഇതേ എണ്ണയിൽ വറുത്തെടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ വട ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you like the recipe. Please subscribe, like, share and comment. Watch more videos.